ബ്ലൂ എസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദേവസ്വം ബോർഡ് എക്സാമിൻ്റെ ഒരു ഫൈനൽ റിവിഷനാണ് ഈ ക്ലാസ്. അപ്പം ആദ്യമായിട്ട് ഈ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവേദന സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം PSC എക്സാമുകൾ, അതുപോലെ ദേവസ്വം ബോർഡ്, അതുപോലുള്ള എല്ലാത്തരം മത്സര പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ഇതിൽ നമ്മൾ സ്പെഷ്യൽ ടോപ്പിക് ഒഴിവാക്കിയുള്ള ഒരു ക്ലാസ്സാണ്. ബാക്കിയെല്ലാം മലയാളം, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ മാത്സ് ഇവയെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പഠിക്കുക. നിങ്ങൾക്ക് ഈ ക്ലാസ് കേൾക്കുമ്പോൾ സൗണ്ടിന് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി കുറവ്, എന്തെങ്കിലും സൗണ്ട് കുറവുള്ളതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യുക. ക്ലാസ്സിലേക്ക് കിടക്കാം. എന്നറിയപ്പെടുന്നത് ഏത് നദിയാണ് തലയാർ എന്നറിയപ്പെടുന്നത്? പാമ്പാറാണ് തലയാർ എന്ന് അറിയപ്പെടുന്ന നദി. ഏത് നദിയാണ് തലയാർ എന്നറിയപ്പെടുന്നത്? പാമ്പാറാണ്. ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 24 ആണ്. ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 24 ആണ്. മതസംഘടനകളെ നികുതി നൽകുന്നതിൽ നിന്നും ഒഴിവാക്കുന്ന ആർട്ടിക്കിൾ. മതസംഘടനകളെ നികുതി നൽകുന്നതിൽ നിന്നും ഒഴിവാക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 27 ആണ്. ആർട്ടിക്കിൾ 27 ആണ് മതസംഘടനകളെ നികുതി നൽകുന്നതിൽ നിന്ന് ഒഴിവാക്കുന്ന ആർട്ടിക്കിൾ. ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ 24, മതസംഘടനകളെ നികുതി നൽകുന്നതിൽ നിന്ന് ഒഴിവാക്കുന്ന ആർട്ടിക്കിൾ 27 ആണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ഉൾക്കൊള്ളുന്ന ആർട്ടിക്കിൾ. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ഉൾക്കൊള്ളുന്ന ആർട്ടിക്കിൾ 29 മുതൽ 30 വരെയാണ്. 29 മുതൽ 30 വരെയാണ്. ഏതു നദിയുടെ പോഷക നദിയാണ് മുല്ലയാർ? ഏതു നദിയുടെ പോഷക നദിയാണ് മുല്ലയാർ? ഏത് നദിയുടെ പോഷക നദിയാണ് മുല്ലയാർ? പെരിയാറിന്റെ ആണ്. പെരിയാറിന്റെ പോഷക നദിയാണ്. ഏതു നദിയുടെ പോഷക നദിയാണ് മുല്ലയാർ? പെരിയാർ നദിയുടെ പോഷക നദിയാണ് മുല്ലയാർ. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്കുള്ള രക്തഗ്രൂപ്പ് ഏതാണ്? ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്കുള്ള രക്തഗ്രൂപ്പ് ഏതാണ്? O പോസിറ്റീവ് ആണ്. O പോസിറ്റീവ് ആണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്കുള്ള രക്തഗ്രൂപ്പ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചുവന്ന പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം. ചുവന്ന പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? വസൂരിയാണ്. വസൂരി എന്നാണ് ചുവന്ന പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? വസൂരിയാണ്. റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതം ഏത്? റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതം ഏതാണ്? പറമ്പിക്കുളമാണ്. പറമ്പിക്കുളമാണ് റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതം. 1341 വെള്ളപ്പൊക്കത്തിന്റെ ഫലമായി രൂപം കൊണ്ട ദ്വീപ്. 1341 വെള്ളപ്പൊക്കത്തിന്റെ ഫലമായി രൂപം കൊണ്ട ദ്വീപ് വൈപ്പിനാണ്. വൈപ്പിനാണ് 1341 വെള്ളപ്പൊക്കത്തിന്റെ ഫലമായി രൂപം കൊണ്ട ദ്വീപ്. പെരിയാറിന്റെ പ്രധാന പോഷക നദി. പെരിയാറിന്റെ പ്രധാന പോഷക നദി മുതിരപ്പുഴയാണ്. പെരിയാറിന്റെ പ്രധാന പോഷക നദി മുതിരപ്പുഴയാണ്. മുതിരപ്പുഴയാണ് പെരിയാറിന്റെ പോഷക നദി. കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത്. കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. നവസാരത്തിന്റെ രാസനാമം. നവസാരത്തിന്റെ രാസനാമം അമോണിയം ക്ലോറൈഡ് ആണ്. അമോണിയം ക്ലോറൈഡ് ആണ് നവസാരത്തിന്റെ രാസനാമം. കറുത്ത വജ്രം എന്നറിയപ്പെടുന്നത്. കറുത്ത വജ്രം എന്നറിയപ്പെടുന്നത് കൽക്കരിയാണ്. കറുത്ത വജ്രം എന്നറിയപ്പെടുന്നത് കൽക്കരിയാണ്. അനന്തപത്മനാഭൻ തോപ്പ് എന്നും പേരുള്ള ദ്വീപ്. അനന്തപത്മനാഭൻ തോപ്പ് എന്ന് പേരുള്ള ദ്വീപ് ഏതാണ്? പാതിരാമണലാണ്. പാതിരാമണലാണ് അനന്തപത്മനാഭൻ തോപ്പ് എന്ന് പേരുള്ള ദ്വീപ്. വെള്ളത്തിലെ പൂരം എന്നറിയപ്പെടുന്ന ജലോത്സവം ഏത്? വെള്ളത്തിലെ പൂരം എന്നറിയപ്പെടുന്ന ജലോത്സവം ഏതാണ്? ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണ്. വെള്ളത്തിലെ പൂരം എന്നറിയപ്പെടുന്ന ജലോത്സവം ഏതാണ്? ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണ്. പോട്ടമോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? പോട്ടമോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? നദിയാണ്. പോട്ടമോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? നദീനെ കുറിച്ചുള്ള പഠനമാണ്. കേരള ടാഗോർ എന്നറിയപ്പെടുന്നത്. കേരള ടാഗോർ എന്നറിയപ്പെടുന്നത് ആരാണ്? വള്ളത്തോളാണ്. കേരള ടാഗോർ എന്നറിയപ്പെടുന്നത് ആര്? വള്ളത്തോളാണ്. ലക്ഷദ്വീപിന്റെ തലസ്ഥാനം. ലക്ഷദ്വീപിന്റെ തലസ്ഥാനം ആന്ത്രോത്താണ്. ആന്ത്രോത്താണ് ലക്ഷദ്വീപിന്റെ തലസ്ഥാനം. മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം. മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം വൃക്കയാണ്. മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഏതാണ്? വൃക്കയാണ്. കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി. കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി മൃതസഞ്ജീവനിയാണ്. മൃതസഞ്ജീവനിയാണ് കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും
ഏറ്റവും വലിയ ആന്തരിക അവയവം ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം ഏത്? കരളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം ഏതാണ്? കരളാണ്. കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല? കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ്? കാസർഗോഡാണ്. കാസർഗോഡാണ് കേരളത്തിലെ ജില്ലയിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല. സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ എഡിറ്റർ? സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ എഡിറ്റർ ആരാണ്? CP ഗോവിന്ദപിള്ളയാണ്. CP ഗോവിന്ദപിള്ളയാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ എഡിറ്റർ. മുത്തങ്ങ സമരം നടന്ന വർഷം? മുത്തങ്ങ സമരം നടന്ന വർഷം 2003 2003 മുത്തങ്ങ സമരം നടന്ന വർഷം. മുത്തങ്ങ സമരം നടന്ന വർഷം 2003. ജ്ഞാനപീഠ പുരസ്കാരത്തിന്റെ തുക എത്ര? ജ്ഞാനപീഠ പുരസ്കാരത്തിന്റെ തുക 11 ലക്ഷമാണ്. 11 ലക്ഷമാണ് ജ്ഞാനപീഠ പുരസ്കാരത്തിന്റെ തുക. വെള്ളപ്പൊക്കം തടയുന്നതിന് വേമ്പനാട്ടു കായലിൽ നിർമ്മിച്ചിരിക്കുന്ന തടയണ? വെള്ളപ്പൊക്കം തടയുന്നതിന് വേമ്പനാട്ടു കായലിൽ നിർമ്മിച്ചിരിക്കുന്ന തടയണ തോട്ടപ്പള്ളി സ്പിൽവേ ആണ്. വെള്ളപ്പൊക്കം തടയുന്നതിനു വേണ്ടി വേമ്പനാട്ടു കായലിൽ നിർമ്മിച്ചിരിക്കുന്ന തടയണ തോട്ടപ്പള്ളി സ്പിൽവേ ആണ്. ഏത് നദിയിലാണ് കുർവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? ഏത് നദിയിലാണ് കുർവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? കബനി നദിയിലാണ്. ഏത് നദിയിലാണ് കുർവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? കബനി നദിയിലാണ്. വരാപ്പുഴ കായൽ ഏതിന്റെ ഭാഗമാണ്? വരാപ്പുഴ കായൽ ഏതിന്റെ ഭാഗമാണ്? വേമ്പനാട്ടു കായലിന്റെ ഭാഗമാണ്. വരാപ്പുഴ കായൽ ഏതിന്റെ ഭാഗമാണ്? വേമ്പനാട്ടു കായലിന്റെ ഭാഗമാണ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ്? പുന്നമടയാണ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ പുന്നമടയാണ്. ഹൈഡ്രജൻ വേപ്പർ ലാമ്പിന്റെ നിറം? ഹൈഡ്രജൻ വേപ്പർ ലാമ്പിന്റെ നിറം നീലയാണ്. നീലയാണ് ഹൈഡ്രജൻ വേപ്പർ ലാമ്പിന്റെ നിറം. പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കുന്ന ഉപകരണം ഏത്? പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കുന്ന ഉപകരണം വോൾട്ട് മീറ്റർ ആണ്. വോൾട്ട് മീറ്റർ ആണ് പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കുന്ന ഉപകരണം. ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ബാലഗംഗാധര തിലകാണ്. ബാലഗംഗാധര തിലകാണ് ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. തൊമ്മൻകുത്ത് തേന്മാരിക്കുത്ത് വെള്ളച്ചാട്ടങ്ങൾ ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? തൊമ്മൻകുത്ത് തേന്മാരിക്കുത്ത് വെള്ളച്ചാട്ടങ്ങൾ ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിലാണ് തൊമ്മൻകുത്ത് തേന്മാരിക്കുത്ത് വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിച്ച ധാന്യം? ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിച്ച ധാന്യം ഏതാണ്? ഗോതമ്പാണ്. ഗോതമ്പാണ് ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിച്ച ധാന്യം. പേശിയില്ലാത്ത ഒരേ ഒരു അവയവം? പേശിയില്ലാത്ത ഒരേ ഒരു അവയവം ശ്വാസകോശമാണ്. പേശിയില്ലാത്ത ഒരേ ഒരു അവയവം ശ്വാസകോശമാണ്. കേരളത്തിൽ കടലുമായി നേരിട്ട് ബന്ധമുള്ള കായലുകളുടെ എണ്ണം? കേരളത്തിൽ കടലുമായി നേരിട്ട് ബന്ധമുള്ള കായലുകളുടെ എണ്ണം എത്രയാണ്? 27 കേരളത്തിൽ കടലുമായി നേരിട്ട് ബന്ധമുള്ള കായലുകളുടെ എണ്ണം 27. മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം? മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ചെന്തുരുണി വന്യജീവി സങ്കേതമാണ്. ചെന്തുരുണി വന്യജീവി സങ്കേതമാണ് മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം. ഹരിത വിപ്ലവത്തിന്റെ പിതാവ്? ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോഗ് ആണ്. നോർമൻ ബോർലോഗ് ആണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിൽ ഏറ്റവും വലിയ പീഠഭൂമി? കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി വയനാടാണ്. വയനാടാണ് കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി. പാലരുവി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? പാലരുവി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലാണ് പാലരുവി വെള്ളച്ചാട്ടം. നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനുമെതിരെ സംരക്ഷണം തരുന്ന ആർട്ടിക്കിൾ? നിയമവിരുദ്ധമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനുമെതിരെ സംരക്ഷണം തരുന്ന ആർട്ടിക്കിൾ 22 ആണ്. ആർട്ടിക്കിൾ 22 ആണ്. ഏറ്റവും കൂടുതൽ കൽക്കരി നിക്ഷേപമുള്ള സംസ്ഥാനം? ഏറ്റവും കൂടുതൽ കൽക്കരി നിക്ഷേപമുള്ള സംസ്ഥാനം ജാർഖണ്ഡ് ആണ്. ജാർഖണ്ഡ് ആണ് ഏറ്റവും കൂടുതൽ കൽക്കരി നിക്ഷേപമുള്ള സംസ്ഥാനം. ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ജില്ല? ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ജില്ല വയനാടാണ്. വയനാടാണ് ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ജില്ല. ജനപ്രിയമായ ഒരു മൈക്രോ ബ്ലോഗിംഗ് സൈറ്റ് ആണ് twitter.com എന്ന് പറയുന്നത്. twitter.com എന്ന് പറയുന്നത് ജനപ്രിയമായ ഒരു മൈക്രോ ബ്ലോഗിംഗ് സൈറ്റ് ആണ്.
സർക്കാർ ജീവനക്കാരുടെ ശമ്പളം, സേവന വിവരങ്ങൾ ഉൾപ്പെടുന്ന ആപ്ലിക്കേഷൻ. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം, സേവന വിവരങ്ങൾ ഉൾപ്പെടുന്ന ആപ്ലിക്കേഷനാണ് സ്പാർക്ക് എന്ന് പറയുന്നത്. സ്പാർക്ക് ആണ് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം, സേവന വിവരങ്ങൾ ഉൾപ്പെടുന്ന ആപ്ലിക്കേഷൻ. സൈബർ ഭീകരവാദത്തിന് വിവരസാങ്കേതിക നിയമം പ്രതിപാദിക്കുന്ന പരമാവധി ശിക്ഷ. സൈബർ ഭീകരവാദത്തിന് വിവരസാങ്കേതിക നിയമം പ്രതിപാദിക്കുന്ന പരമാവധി ശിക്ഷ ജീവപര്യന്തം തടവുമാണ്. ജീവപര്യന്തം തടവുമാണ് സൈബർ ഭീകരവാദത്തിന് വിവരസാങ്കേതിക നിയമം പ്രതിപാദിക്കുന്ന പരമാവധി ശിക്ഷ. കേബിൾ TV ശൃംഖല ഏത് നെറ്റ്വർക്കിന് ഉദാഹരണമാണ്? കേബിൾ TV ശൃംഖല ഏത് നെറ്റ്വർക്കിന് ഉദാഹരണമാണ്? മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കാണ്. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കാണ് കേബിൾ TV ശൃംഖല ഏത് തരം നെറ്റ്വർക്കിന് ഉദാഹരണമാണ്? മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ഒരു കെട്ടിടത്തിന്റെയോ ഓഫീസിന്റെയോ ഉള്ളിലുള്ള കമ്പ്യൂട്ടറുകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്ക്. ഒരു കെട്ടിടത്തിന്റെയോ ഓഫീസിന്റെയോ ഉള്ളിലുള്ള കമ്പ്യൂട്ടറുകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്ക് LAN ആണ്. LAN ആണ് ഒരു കെട്ടിടത്തിന്റെയോ ഓഫീസിന്റെയോ ഉള്ളിലുള്ള കമ്പ്യൂട്ടറുകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്ക്. HTML എന്നതിന്റെ പൂർണ്ണരൂപം. HTML എന്നതിന്റെ പൂർണ്ണരൂപം ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ്. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നതാണ് HTMLന്റെ പൂർണ്ണരൂപം. കമ്പ്യൂട്ടറിന്റെ CPU-വിലെ താൽക്കാലിക ദ്രുതവേഗ സംഭരണ സ്ഥലം എന്നറിയപ്പെടുന്നത്. കമ്പ്യൂട്ടറിന്റെ CPU-വിലെ താൽക്കാലിക ദ്രുതവേഗ സംഭരണ സ്ഥലം എന്നറിയപ്പെടുന്നത് രജിസ്റ്റർ ആണ്. രജിസ്റ്റർ ആണ് കമ്പ്യൂട്ടറിന്റെ CPU-വിലെ താൽക്കാലിക ദ്രുതവേഗ സംഭരണ സ്ഥലം എന്ന് അറിയപ്പെടുന്നത്. ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയോ അശ്ലീല വസ്തുക്കൾ പ്രദർശിപ്പിക്കുകയോ ചെയ്യുന്നത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയോ അശ്ലീല വസ്തുക്കൾ പ്രദർശിപ്പിക്കുകയോ ചെയ്യുന്നത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സൈബർ പോണോഗ്രാഫി എന്നാണ്. സൈബർ പോണോഗ്രാഫി എന്നാണ്. ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ ഘടകം പരിഗണിക്കാതെ ഡേറ്റയുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന വയർലെസ് ടോപ്പോളജി. ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ ഘടകം പരിഗണിക്കാതെ ഡേറ്റയുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന വയർലെസ് ടോപ്പോളജി NIC ആണ്. NIC ആണ് ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ ഘടകം പരിഗണിക്കാതെ ഡേറ്റയുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന വയർലെസ് ടോപ്പോളജി. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ K ആണ്. വിറ്റാമിൻ K ആണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ. കേരളത്തിലെ ഏതെല്ലാം ജില്ലകളിലൂടെയാണ് പെരിയാർ ഒഴുകുന്നത്? കേരളത്തിലെ ഏതെല്ലാം ജില്ലകളിലൂടെയാണ് പെരിയാർ ഒഴുകുന്നത്? ഇടുക്കി, എറണാകുളം ജില്ലകളിലൂടെയാണ്. ഇടുക്കി, എറണാകുളം ജില്ലകളിലൂടെയാണ് പെരിയാർ ഒഴുകുന്നത്. F ആകൃതിയിലുള്ള കേരളത്തിലെ തടാകം. F ആകൃതിയിലുള്ള കേരളത്തിലെ തടാകം ശാസ്താംകോട്ടയാണ്. F ആകൃതിയിലുള്ള കേരളത്തിലെ തടാകം ശാസ്താംകോട്ടയാണ്. ആശ്രമം കായൽ എന്നറിയപ്പെടുന്ന കേരളത്തിലെ കായൽ ഏതാണ്? ആശ്രമം കായൽ എന്നറിയപ്പെടുന്ന കേരളത്തിലെ കായൽ അഷ്ടമുടി കായലാണ്. ആശ്രമം കായൽ എന്നറിയപ്പെടുന്ന കേരളത്തിലെ കായൽ അഷ്ടമുടി കായലാണ്. ഗവി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഗവി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോന്നിയാണ്. കോന്നിയിലാണ് ഗവി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം. കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം എന്ന് പറയുന്നത് തട്ടേക്കാടാണ്. തട്ടേക്കാടാണ് കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം ഗൗഡ് ആണ്. വില്യം ഗൗഡ് ആണ് ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ജില്ലയുടെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏത്? ജില്ലയുടെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതം ആണ്. വയനാട് വന്യജീവി സങ്കേതമാണ് ജില്ലയുടെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം. കുമരകം പക്ഷി സങ്കേതം എവിടെയാണ്? കുമരകം പക്ഷി സങ്കേതം കോട്ടയമാണ്. കുമരകം പക്ഷി സങ്കേതം എവിടെയാണ്? കോട്ടയമാണ്. അരിപ്പ പക്ഷി സങ്കേതം. അരിപ്പ പക്ഷി സങ്കേതം എവിടെയാണ്? തിരുവനന്തപുരമാണ്. തിരുവനന്തപുരമാണ് അരിപ്പ പക്ഷി സങ്കേതം. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏത് കായലാണ് പനിയുടെ ആകൃതിയിൽ കാണപ്പെടുന്നത്? കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏതു കായലാണ് പനിയുടെ ആകൃതിയിൽ കാണപ്പെടുന്നത്? അഷ്ടമുടി കായലാണ്. അഷ്ടമുടി കായലാണ് പനിയുടെ ആകൃതിയിൽ കാണപ്പെടുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? AK ഗോപാലനാണ്. AK ഗോപാലനായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച്.
കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് ഏതാണ്? അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ചാണ്. അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ചാണ് കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച്. ജീവകം എയുടെ ശാസ്ത്രീയ നാമം. ജീവകം എയുടെ ശാസ്ത്രീയ നാമം റെറ്റിനോം ആണ്. റെറ്റിനോം ആണ് ജീവകം എയുടെ ശാസ്ത്രീയ നാമം. നയാഗ്ര ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. നയാഗ്ര ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. ലോക പ്രമേഹ ദിനം എന്നാണ്. ലോക പ്രമേഹ ദിനം എന്നാണ് നവംബർ 14 ലോക പ്രമേഹ ദിനം നവംബർ 14. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങളാണ് കോർക്ക്. ദ്രവ്യത്തിന്റെ കോർക്ക് മോഡൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരെല്ലാമാണ്? പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങളാണ് കോർക്ക്. ദ്രവ്യത്തിന്റെ കോർക്ക് മോഡൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാർ ആരെല്ലാമാണ്? മുറൈ ജെൽമാൻ ജോർസിക് ആണ്. മുറൈ ജെൽമാൻ ജോർസിക് എന്നിവരാണ് പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങളാണ് കോർക്ക്. ദ്രവ്യത്തിന്റെ കോർക്ക് മോഡൽ കണ്ടുപിടിച്ചത്. ഇൻസുലിൻ അടങ്ങിയിരിക്കുന്ന ഘടകം. ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ഘടകം സിങ്ക് ആണ്. ഇൻസുലിൻ അടങ്ങിയിരിക്കുന്ന ഘടകം എന്താണ്? സിങ്ക് ആണ്. പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗം. പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന എംഫിസിമയാണ് പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗം. എംഫിസിമയാണ് പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗം. ഏതാണ്? എംഫിസിമയാണ് പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗം. യുവക്ത ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ. യുവക്ത ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ തൈമോസിൻ ആണ്. തൈമോസിൻ ആണ് യുവക്ത ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ. ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ സ്ഥാപിതമായ വർഷം. ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ സ്ഥാപിതമായ വർഷം 1950 ആണ്. 1950 ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ സ്ഥാപിതമായ വർഷം. സാമ്പത്തിക വളർച്ച അളക്കുന്ന അളവുകോൽ ഏതാണ്? സാമ്പത്തിക വളർച്ച അളക്കുന്ന അളവുകോൽ ഏതാണ്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ് സാമ്പത്തിക വളർച്ച അളക്കുന്ന അളവുകോൽ. നീതി ആയോഗിന്റെ ആസ്ഥാനം. നീതി ആയോഗിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹിയാണ് നീതി ആയോഗിന്റെ ആസ്ഥാനം. സാധനങ്ങളുടെ വില തുടർച്ചയായി വർദ്ധിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേര്. സാധനങ്ങളുടെ വില തുടർച്ചയായി വർദ്ധിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് പണപ്പെരുപ്പം എന്ന് പറയുന്നത്. പണപ്പെരുപ്പം സാധനങ്ങളുടെ വില തുടർച്ചയായി വർദ്ധിക്കുന്ന പ്രതിഭാസമാണ്. ഇന്ത്യയുടെ GSTയുടെ യഥാർത്ഥ ശില്പി ആര്? GSTയുടെ യഥാർത്ഥ ശില്പി ആരാണ്? അസീം ദാസ് ഗുപ്തയാണ് കേട്ടോ. അത് ഗുപ്തയാണ്, തെറ്റുണ്ട്. അസീം ദാസ് ഗുപ്തയാണ് GSTയുടെ യഥാർത്ഥ ശില്പി എന്ന് അറിയപ്പെടുന്നത്. ഖാരിഫ് വിളവെടുക്കുന്ന സമയം. ഖാരിഫ് വിളവെടുക്കുന്ന സമയം. ഖാരിഫ് വിളവെടുക്കുന്ന സമയം എന്ന് പറയുന്നത് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ്. സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയുള്ള സമയമാണ്. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? സുസ്ഥിര വികസനമായിരുന്നു. സുസ്ഥിര വികസനമായിരുന്നു 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ CEO ആരാണ്? നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ CEO ആരാണ്? BVR സുബ്രഹ്മണ്യനാണ്. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ CEO ആരാണ്? BVR സുബ്രഹ്മണ്യനാണ് നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ CEO. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ CEO BV സുബ്രഹ്മണ്യനാണ്. റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിൽ മുദ്രണം ചെയ്തിരിക്കുന്ന മൃഗം. റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിൽ മുദ്രണം ചെയ്തിരിക്കുന്ന മൃഗം കടുവയാണ്. റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിൽ മുദ്രണം ചെയ്തിരിക്കുന്ന മൃഗം കടുവയാണ്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടാണ്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടാണ്. ജാതിക്കുമ്മി എന്ന കൃതി എഴുതിയത് ആരാണ്? ജാതിക്കുമ്മി എന്ന കൃതി എഴുതിയത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പനാണ് ജാതിക്കുമ്മി എന്ന കൃതി എഴുതിയത്. ദേശീയ പഞ്ചായത്തി രാജ് ദിനമായി ആചരിക്കുന്നത്. ദേശീയ പഞ്ചായത്തി രാജ് ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 24 ഏപ്രിൽ 24 ദേശീയ പഞ്ചായത്തി രാജ് ദിനമായിട്ട് ആചരിക്കുന്നത്.
രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ്? രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ്? 6 വർഷമാണ്. രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ്? 6 വർഷമാണ്. പ്രവാസം എന്ന കൃതി രചിച്ചത് ആരാണ്? പ്രവാസം എന്ന കൃതി രചിച്ചത് ആരാണ്? എം മുകുന്ദനാണ്. പ്രവാസം എന്ന കൃതി രചിച്ചത് ആരാണ്? എം മുകുന്ദനാണ്. കേരളത്തിലെ മംഗളവനം പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടാണ്? കേരളത്തിലെ മംഗളവനം പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയാണ്. കേരളത്തിലെ മംഗളവനം പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊച്ചിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. 2024 G20 ഉച്ചകോടി വേദി 2024 G20 ഉച്ചകോടി വേദി ബ്രസീൽ ആണ്. 2024 G20 ഉച്ചകോടി വേദി ബ്രസീലാണ്. 2025 G20 ഉച്ചകോടി വേദി 2024 ബ്രസീലാണ്. 2025 G20 ഉച്ചകോടി വേദി ദക്ഷിണാഫ്രിക്കയാണ്. 2025 G20 ഉച്ചകോടി വേദി. 2028 സമ്മർ ഒളിമ്പിക്സ് വേദി 2028 സമ്മർ ഒളിമ്പിക്സ് വേദി ലോസ് ഏഞ്ചൽസ് ആണ്. 2028 സമ്മർ ഒളിമ്പിക്സ് വേദി എന്ന് പറയുന്നത്. 2028 സമ്മർ ഒളിമ്പിക്സ് വേദി ലോസ് ഏഞ്ചൽസ് ആണ്. കേരളം ആണ് കേട്ടോ. കേരളം മണ്ണും മനുഷ്യനും എന്ന നോവൽ എഴുതിയത് ഡോക്ടർ ടി.എം. തോമസ് ഐസക്കാണ്. ഡോക്ടർ ടി.എം. തോമസ് ഐസക്കാണ് കേരളം മണ്ണും എന്ന നോവൽ എഴുതിയത്. കേരളം ആണ്, ഒരു തെറ്റുണ്ട്, കേരളം ആണ്. കേരളം മണ്ണും മനുഷ്യനും എന്ന നോവൽ എഴുതിയത് ഡോക്ടർ ടി.എം. തോമസ് ഐസക്കാണ്. സർക്കാർ കുടുംബശ്രീ ദിനമായി ആചരിക്കുന്നത്? കേരള സർക്കാർ കുടുംബശ്രീ ദിനമായി ആചരിക്കുന്നത് മെയ് 17-നാണ്. മെയ് 17-ആണ് കേരള സർക്കാർ കുടുംബശ്രീ ദിനമായി ആചരിക്കുന്നത്. റേഡിയോ കണ്ടുപിടിച്ചത് മാർക്കോണിയാണ്. ഈ റേഡിയോ കണ്ടുപിടിച്ചത് ആരാണ്? മാർക്കോണിയാണ്. പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച സംക്ഷേപ വേദാർത്ഥം എന്ന കൃതി പ്രസിദ്ധീകരിച്ച വർഷം? പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച സംക്ഷേപ വേദാർത്ഥം എന്ന കൃതി പ്രസിദ്ധീകരിച്ച വർഷം 1772 പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച സംക്ഷേപ വേദാർത്ഥം എന്ന കൃതി പ്രസിദ്ധീകരിച്ചത് 1772 പുള്ളിയൻ എന്ന നോവൽ എഴുതിയത് സോമൻ കടലൂരാണ്. പുള്ളിയൻ നോവൽ എഴുതിയത് ആരാണ്? സോമൻ കടലൂരാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാലാവധി? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ്. 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാലാവധി. പ്രോജക്ട് ലയൺ നിലവിൽ വന്ന വർഷം? 1972. പ്രോജക്ട് ലയൺ നിലവിൽ വന്ന വർഷം 1972. 1972 പ്രോജക്ട് ലയൺ നിലവിൽ വന്ന വർഷം. കമ്പം ചുരം എവിടെയാണ്? ഇടുക്കിയാണ്. കമ്പം ചുരം എവിടെയാണ്? ഇടുക്കിയാണ്. അപ്പം ദേവസ്വം ബോർഡ് എക്സാമിൻ്റെ ഒരു ഫൈനൽ റിവിഷൻ ആയിരുന്നു ക്ലാസ്. നമ്മൾ സ്പെഷ്യൽ ടോപ്പിക് ഒഴിവാക്കിയുള്ള അപ്പം ഇത്രയും ക്വസ്റ്റ്യനുകളാണ് നമ്മൾ നോക്കുന്നത്. ദേവസ്വം ബോർഡ് എക്സാമിന് മാത്രമല്ല, മറ്റ് PSC അതുപോലുള്ള മത്സര പരീക്ഷകൾക്കെല്ലാം ഉപകാരപ്പെടുന്ന ക്ലാസ്സാണ്. നമ്മൾ സ്പെഷ്യൽ ടോപ്പിക് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള ചോദ്യങ്ങളെല്ലാം മാത്സും ഇംഗ്ലീഷും ഇല്ല, ബാക്കിയുള്ള ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ക്ലാസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.